ഹരിതം TV ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജ്യോതിഷ പന്തിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 2024 സെപ്റ്റംബർ മാസ ഫലമാണ്. സെപ്റ്റംബർ മാസം കൊല്ലവർഷം 1200 ചിങ്ങമാസം 16-ാം തീയതി മുതൽ കന്നിമാസം 14-ാം തീയതി വരെയുള്ള ഒരു മാസത്തെ ഫലമാണ് പറയുന്നത്. അത് ഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിൽ. ഇപ്പോൾ ഗ്രഹങ്ങൾ ഏതൊക്കെ രാശിയിലാണ് നിൽക്കുന്നത്, അത് ഏതേത് സ്ഥാനങ്ങളിലാണ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ 3-4 പാദങ്ങളും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ 1-2-3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ്. കൂടുതൽ സങ്കീർണമായ പ്രശ്നങ്ങളിലേക്ക് ദൈനംദിന കാര്യങ്ങൾ പോകാതിരിക്കുവാൻ അതീവ ജാഗ്രതയും അതുപോലെ തന്നെ ശ്രദ്ധയും ആവശ്യമാണ്. അല്ല എങ്കിൽ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല ക്ലേശങ്ങളും പല ഭാഗ്യങ്ങളും സുഖങ്ങളും ഒക്കെ നഷ്ടപ്പെടുവാൻ സൂചനയുണ്ട്. അതായത് രാശ്യാധിപൻ കൂടിയായ ശുക്രൻ അത് ഏറ്റവും ബലം കുറഞ്ഞ് ആണ് ഇപ്പോൾ ഈ മാസം സ്ഥിതി ചെയ്യുന്നത്. നീചരാശിയിൽ തൻ്റെ തന്നെ 12-ൽ തുലാം രാശിയുടെ 12-ാമിടത്ത് ദുരിതസ്ഥാനത്താണ് രാശ്യാധിപൻ സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെയുള്ള ഈ മാസം ആരോഗ്യപരമായിട്ട് അത്ര തൃപ്തികരമായിരിക്കുക. ചൊവ്വ ഭാഗ്യസ്ഥാനത്ത് നിന്നുകൊണ്ട് ബലവാനായിട്ട് ദൃഷ്ടി ചെയ്യുന്നുണ്ട് രാശ്യാധിപനെ. എങ്കിലും വളരെയധികം ശ്രദ്ധിക്കുക. രക്തസംബന്ധമായിട്ടോ മറ്റ് ഉദര സംബന്ധമായിട്ടും ഒക്കെയുള്ള അസുഖങ്ങൾ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം. ഭക്ഷണ കാര്യങ്ങളിലൊക്കെ അതീവ ജാഗ്രത ആവശ്യമാണ്. അതുപോലെ തന്നെ നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലും അതീവ ജാഗ്രത ആവശ്യമാണ്. സുഹൃത്തുക്കളായാലും സഹോദര സ്ഥാനീയരായാലും മൂലം ചില ക്ലേശങ്ങൾ ഉണ്ടാകുകയോ മനക്ലേശങ്ങളോ മറ്റ് സാമ്പത്തിക ക്ലേശങ്ങളും ഒക്കെ ഉണ്ടാകുന്നതിന് സൂചനയും സുഹൃത്തിൻ്റെ സൂചിപ്പിക്കുന്ന ഭാവത്തിൻ്റെ അധിപനായ ആ വ്യാഴഗ്രഹം അഷ്ടമം എന്ന ഭാവത്തിലാണല്ലോ, അനിഷ്ടത്തിലാണല്ലോ സ്ഥിതി ചെയ്യുന്നത്. അത് അത്ര നല്ലതല്ല. 5-ാമിടത്ത് ഭാഗ്യസ്ഥാനത്ത് സ്വക്ഷേത്ര ബലവാനായിട്ട് ശനി നിൽക്കുന്നു. ശനിയുടെ ചില കാര്യങ്ങളിൽ പെട്ടെന്നുള്ള തീരുമാനമുണ്ടാകാതെ തീരുമാനങ്ങളൊക്കെ പുറകോട്ട് വഹിപ്പിക്കുന്നത് ശനിയുടെ ഒരു സ്വഭാവമാണ്. അത് ചില കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ്. എടുത്തടിച്ച പോലെ ചില തീരുമാനങ്ങൾ എടുത്ത് കേസിലും പുക്കാറിലും വഴക്കിലും ഒക്കെ അടിപിടി കേസുകളിലും ഒക്കെ പെട്ടുപോകാതിരിക്കുവാൻ ശനി വളരെയധികം സഹായിക്കുകയും ചെയ്യും. അതായത് ധൈര്യവും വീര്യവും ഒക്കെ കുറഞ്ഞു നിൽക്കുന്ന ഒരു സന്ദർഭം. അപ്പോൾ എടുത്തുചാട്ടം കുറയുമല്ലോ. അങ്ങനെ ഉള്ളതുകൊണ്ട് കേസിലേക്കൊക്കെ പോകുവാൻ അല്ലെങ്കിൽ കേസുകൾ വന്നുപെടാൻ ഒക്കെയുള്ള സാധ്യതകൾ വളരെ കുറവാണ്. വിഘടനവാദപരമായ കാര്യങ്ങളിൽ ഏർപ്പെടാതിരിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതായത് പെട്ടെന്ന് ദേഷ്യപ്പെടുകയും വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയുകയും എന്നിട്ട് അതിനെക്കുറിച്ചോർത്ത് പിന്നീട് ദുഃഖിക്കുകയും ചെയ്തിട്ട് കാര്യമില്ല. അത് വളരെ ജാഗ്രതയോടുകൂടി യുവതികളായാലും യുവാക്കളായാലും മധ്യവയസ്കരായാലും പ്രായമായവരായാലും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. കൊച്ചുകുട്ടികളായാലും പ്രായമായവർക്കുമൊക്കെ ആരോഗ്യം പൊതുവെ തൃപ്തികരമായി. എന്നിരുന്നാലും കഫസംബന്ധമായിട്ടോ വാദസംബന്ധമായിട്ടോ ഒക്കെയുള്ള അസുഖങ്ങൾ വന്നുപെടാതെ ശ്രദ്ധിക്കുക. വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിലല്ലോ കാര്യം. വളരെ ശ്രദ്ധയോടുകൂടി ആരോഗ്യങ്ങളൊക്കെ പരിപാലിച്ചാൽ രോഗാവസ്ഥകൾ കൂടാതെ സന്തോഷകരമായിട്ട് ഈ ഒരു മാസം കടന്നുപോകും. അധികം നഷ്ടങ്ങളൊന്നും കൂടാതെ. എന്നാൽ പെട്ടെന്നുള്ള തീരുമാനങ്ങൾ, പെട്ടെന്നുള്ള ധനം എടുത്ത് വായ്പ കൊടുക്കുന്നതോ കടം വാങ്ങുന്നതോ ഒക്കെ പിന്നീട് ചില ദുർഘടങ്ങളിൽ വന്നു ചേരാതെ ശ്രദ്ധിക്കുക. വാഹന സംബന്ധമായിട്ടും ഗൃഹസംബന്ധമായിട്ടും നല്ലതാണ്. ഭൂമി വന്നു ചേരുന്നതിനൊക്കെ യോഗമുണ്ട്. ദീർഘകാലമായിട്ട് ഒരു ഗൃഹം പണിയുന്നതിനാവശ്യമായ ഭൂമി വാങ്ങണം എന്നാഗ്രഹിക്കുന്ന ധാരാളം ആൾക്കാരൊക്കെ ഉണ്ട്. അതിൽ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്ന ഒരു മാസമാണ്. അതിനുള്ള അവസരം ഒത്തുചേർന്ന് വരും. സാമ്പത്തികമായാലും കയ്യിലുള്ള പണത്തിനനുസരിച്ച് ഭൂമി ഒത്തുവരുന്നതിനുമൊക്കെ യോഗമുണ്ട്. തൊഴിൽപരമായ വിജയങ്ങൾ വന്നു ചേരും.
തൊഴിൽ സ്ഥാനത്തിൻ്റെ അധിപൻ ബലവാനായിട്ട് ഇഷ്ടഭാവങ്ങളിലൂടെ സഞ്ചരിക്കുകയും അധികാരത്തിൻ്റെ ഗ്രഹം 11-ാമിടത്ത് ഒക്കെ സ്ഥിതി ചെയ്യുകയും അതിനുശേഷം വിദേശത്തെ സൂചിപ്പിക്കുന്ന ഭാവത്തിലൊക്കെ ബലമുള്ളതിനാൽ വിദേശ കാര്യങ്ങൾക്കുമൊക്കെ വളരെ നല്ലതാണ്. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അഭിവൃദ്ധിയുടെ ഒരു സമയമാണ്. നല്ല വിളവ് കിട്ടുകയും വിളവിന് ഉദ്ദേശിച്ചതിൽ കൂടുതൽ ലാഭം കിട്ടുകയും ചെയ്യുന്ന വർഷം. അത് പ്രധാനമായിട്ട് വ്യാപാര വിപണനങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്കും നല്ലതാണ്. കാർഷിക ഉൽപ്പന്നങ്ങളായാലും മറ്റ് വസ്ത്ര നിർമ്മാണവും വ്യാപാരവുമായി ബന്ധപ്പെട്ട ജോലികളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർ, വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്നവർക്കൊക്കെ നല്ല ലാഭമുണ്ടാകുന്ന ഒരു മാസമാണ്. ഉണർന്ന് പ്രവർത്തിക്കുക, വിജയങ്ങൾ വന്നു ചേരും. വാഹന സംബന്ധമായിട്ടും വളരെ നല്ലതാണ്. വീട്ടമ്മമാരായിരിക്കുന്നവർക്ക്, കുടുംബമായിട്ട് താമസിക്കുന്നവർക്ക് പുതുമയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും വന്നു ചേരുന്നതിന് യോഗമുണ്ട്. അതുപോലെ തന്നെ ഗൃഹോപകരണങ്ങൾ വന്നു ചേരുന്നതിനും യോഗമുണ്ട്. വാഹനം പുതിയത് വാങ്ങിക്കുന്നതിനോ അല്ലെങ്കിൽ പഴയത് വാങ്ങിക്കുന്നതിനുമൊക്കെ അവസരങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഒത്തുവരുന്ന ഒരു മാസവും കൂടിയാണ്. എല്ലാവരും അതീവ ശ്രദ്ധ വേണം. ഈ രാശിക്കാരായിരിക്കുന്നവർ എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും പ്രധാനമായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും നാഗരാജാവിന് മഞ്ഞൾപ്പൊടിയൊക്കെ വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതുമൊക്കെ വളരെ ഐശ്വര്യപ്രദമാണ്. അതായത് ആയില്യം പൂജകളിലൊക്കെ പങ്കെടുക്കുക, മഹാദേവന് ജലധാര പോലെയുള്ള വഴിപാടുകളൊക്കെ ചെയ്യുക. അഭിവൃദ്ധികൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.